ഹലോ ഗൈസ്, നമ്മള് നമ്മുടെ സ്ഥലത്ത് ആദ്യം എവിടെ കയറിയത്? നമ്മള് ബസ്സിൽ കയറിയിട്ട് ഹോംസ്റ്റേ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ അടുത്ത ട്രാം പിടിച്ച് സാൾട്ട്ഹോൾമലിലേക്ക് പോകും. നമ്മളിപ്പം ഹോംസ്റ്റേയിലേക്കുള്ള ബസ് യാത്രയിലാണ്. വളരെ ദൂരമൊന്നുമില്ല, 5-6 സ്റ്റോപ്പേ ഉള്ളൂ. അത് നമ്മുടെ വാമിക്കുട്ടിയാണ്. വാമിക്കുട്ടി, ഹായ് വാമിക്കുട്ടി. അപ്പൊ നമ്മള് കുങ്സ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വാമിക്കുട്ടി. കുട്ടി വന്നേ. അങ്ങനെ നമ്മൾ സാൾട്ട്ഹോൾമലിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇത് സാൾട്ട്ഹോൾമൻ എന്ന സ്ഥലത്തുള്ള പാർക്കിങ്ങും കാര്യങ്ങളാണ്. മോൻ്റെ വ്ലോഗിങ് കണ്ടോ? ഇവിടെ സമ്മർ ആകുമ്പോൾ നല്ല തിരക്കാണ്. ഒരുപാട് അത് ഞാൻ തന്നെ തിരക്കാണ്. നമ്മളങ്ങനെ കാണുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. ബോട്ടിൽ പോകണം. ഇപ്പം സമയം 4:15, 4:40 നമ്മുടെ ബോട്ട്. നമ്മൾ പോകുന്ന ഐലൻഡിൻ്റെ പേര് റങ്ങോ എന്നാണ്. റങ്ങോ, അത് എങ്ങനെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ എന്നാലും റങ്ങോ കുറച്ച് സദേൺ മോസ്റ്റ് ഐലൻഡാണ്. ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പോയി നോക്കാം ഇപ്രാവശ്യം എങ്ങനെയാണ്. നമ്മൾ ഒരു 2 ദിവസം മുന്നേ നമ്മൾ വേറൊരു ഐലൻഡിൽ പോയായിരുന്നു, പക്ഷെ ആ സമയത്ത് ഭയങ്കര മഴയും കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. വാ. ഇവിടെയാണ് ബോട്ടിൻ്റെ ടെർമിനൽ വരുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ബസ് ട്രാഫിക്കിൻ്റെ സോണായി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കും, ഇതിനകത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ഓരോ എങ്ങോട്ടാണെന്നുള്ളതുണ്ടാവും. നമ്മൾ C7 ഇവിടെ നിന്നാണ് പോകേണ്ടത്. നമുക്ക് ഇവിടെ നിന്നാണ് ട്രാമല്ലല്ലോ ബോട്ട്. C7 എന്നാണ് നമ്മുടെ റങ്ങോയിലേക്കുള്ള ഫെറി ബോട്ടുള്ളത്. അതിന് 16:40 ആണ് സമയം. 16:20 ആയതേ ഉള്ളൂ. സമ്മർ ആകുമ്പോൾ നല്ല തിരക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ കുറച്ച് വെയിൽ കിട്ടാനായിട്ട് പോകുന്നൊരു സമയമാണിത്. അവിടെ ചെന്ന് ബാർബിക്യൂ എല്ലാം ചെയ്ത്, അതാണ് ഇവിടെ മെയിൻ പരിപാടി. അമ്മയും അച്ഛനും ഉണ്ട്. അവർ സമ്മർ വെക്കേഷനായിട്ട് നമ്മുടെ കൂടെ വന്നാണ്. പറയണോ? ഞാൻ അവിടെ നിന്ന് എങ്ങോട്ട് വന്നില്ലേ, വേദനയും കുട്ടി ഞാനങ്ങ് മുന്നോട്ട് പോയിരുന്നപ്പോൾ
ഞാൻ ഏട്ടനോട് പറഞ്ഞ അമ്മേന്റെ അടുത്ത് പോയിരിക്കുന്നു. അപ്പൊ ഏട്ടന് ഭയങ്കര സന്തോഷം പോവാന്ന്. കുറെ പിള്ളേരില്ലായിരുന്നു. ഇതൊന്നും വ്ളോഗിൽ പറയേണ്ട കാര്യമല്ല, എന്നാലും വ്ളോഗ് ഓണാണല്ലേ? എല്ലാരും അറിയട്ടെ. എന്താണ് നീ എന്തിനാ ചിരിക്കുന്നേ? ഇവൻ ഇടക്കിടക്ക് ഒരു ചിരിയുണ്ട്. അവിടെ ചിരിക്കുന്നില്ല, പറഞ്ഞോ. ഹലോ, ഇതിപ്പം റെങ്ങോന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ C7 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ C6 കൊണ്ട് വെച്ചേക്കുന്നത്. അതറിയത്തില്ല, നോക്കാം. എന്തായിരുന്നാലും ഇവിടെ അടുത്തെങ്കിലും ചോദിക്കേണ്ടി വരും. അതാണ് റെങ്ങോ 281. ഈ വണ്ടി കുറച്ച് കറങ്ങി പോകുന്ന വണ്ടിയാണ്. വേറെ 2-3 ഐലൻഡിൽ പോയിട്ടേ റെങ്ങോയിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഡയറക്റ്റ് വണ്ടിയാണ്. ഡയറക്റ്റ് വണ്ടി C7 വരുന്നത്. നമ്മൾ C7 വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. C7 വരുന്ന റെങ്ങോ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ബോട്ട് ഇതാ വരുന്നുണ്ട്. ഡയറക്റ്റ് ബോട്ടാണ്. ഇതിലും നോക്കും, ഇതിലും ആ ഡിഫറൻസ് ഉണ്ട്. രണ്ട് ഇതായിട്ടാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു നമ്മള് മുകളിലത്തെ നിലയിലേക്ക് പോവാണ്. കാറ്റും
ഐലൻഡിലേക്ക് വന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്ന ഇത്രയും ആൾക്കാർ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ ഇത്രയും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അത് നോക്കണം ഇനി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. നമ്മളിവിടെ ഇറങ്ങിയിട്ട് നടക്കാണ്. നമ്മളിങ്ങനെ നടന്നു തുടങ്ങി. ഇനിയൊരു 1.5 കിലോമീറ്റർ നടക്കണം. നല്ല രസമാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലേ. ഇവിടെ സീവീഡ്സ് ആണ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുക. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ സീയിൽ കുളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. നല്ല വെയിലായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പുമായിരുന്നു. പക്ഷെ രസമാണ്. പോയി നോക്കാം. നല്ല രസമാണ്. അമ്മ ഇന്ന് സൂപ്പർ അടിപൊളിയായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. അമ്മ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് മാച്ചിങ് ഷൂസും മാച്ചിങ് ക്യൂടെക്സും ഒരു 20 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ലേ പറയണ്ടായിരുന്നു അച്ഛൻ അന്ന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ. അച്ഛൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ, സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഫോട്ടോ അയച്ചു കൊടുക്കാം. അന്ന് നമ്മളെ സ്പോർട്സ് സ്കൂളിലാണ് പോയപ്പോൾ ഫോട്ടോ അയച്ചു. പലയിടത്തും വീട്ടില് സമ്മർ ഹൗസ്, കൊറേ സമ്മർ ഹൗസസ് ആണ് ഇവിടേക്ക്. ആൾക്കാർ കുറച്ച് കാശുള്ളതോ അവിടെ അങ്ങറ്റത്ത് മോളെ. പോകുന്ന വഴിക്ക് ചിലപ്പോ കുറച്ച് ആപ്പിൾ മരങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു ഒരു വീട്ടില്. നമ്മളിനി കാട്ടിലൂടെ പോവാം. ഇതിലേം പോകാൻ തോന്നുന്നല്ലേ? അവൻ പോവാൻ തോന്നുന്നു. നമ്മൾ അന്ന് ഇതിലേ വന്നപ്പം റോഡൊന്നും പാകിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു മാമി. ആ നമ്മളിവിടെ വന്നായിരുന്നു. അല്ല, വെള്ളത്തിലിറങ്ങിയില്ലേ അന്ന ദിവസം? അത് വേറെ. ഇവിടെ മടിയിലെടുത്ത് വെച്ചു ആഹാരം കൊടുത്തു, നെത്തയിലും കിടത്തി. പട്ടിയുടെ കാര്യം പറയുന്നത് ഇതൊരു വ്ളോഗിനുള്ളൊരു ടോപ്പിക്കാണത്. വേണു എന്നെ പറ്റിച്ചു. പറ്റിച്ചാ കേട്ടോ? എല്ലാവർക്കും ഹായ് പറയാൻ മാത്രമേ അറിയുള്ളൂ. മാനസികമായിട്ട് ചേർന്നവരുണ്ട്. വയസ്സാകുമ്പോൾ ആരും നോക്കാനും നോക്കാത്തില്ല.
ഹായ് പറഞ്ഞിരുന്നു അപ്പൊ കാണത്തില്ല. അമ്മ പറയായിരുന്നു. അതുകൊണ്ടല്ലേ ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ അങ്ങനെ ഒരു നമ്മുടെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നത്, ഒരു താല്പര്യപ്പെടുന്നത്. താല്പര്യപ്പെടുന്നത് ഈ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ അവിടെ വന്ന് താമസിക്കുന്നത്. ഇതെന്താ ഓക്കേ. സൂപ്പർ സ്ഥലമാണോ? ആണോ? അതെ. വേണോ? അവിടെ ഒന്ന് ഇത് ഇരുന്ന് പിടിച്ചോ. നോക്ക്. എന്തിനാ പിന്നെ തോർത്തി അത് കൊടുത്തിട്ട് പോ. അത് വേണ്ടോ? കാണുന്നുണ്ടോ? ചെവിയിലാക്കല്ലോ മോനെ. പതുക്കെ പതുക്കെ പോ. അങ്ങോട്ടല്ല, നേരെ നേരെ പോ. ആമിക്ക ഹായ് വാമിക്ക. പതുക്കെ വന്നാ മതി, പതുക്കെ വന്നാ മതി. ഞാൻ ബീച്ചിലാണ്. ബീച്ചിലാണോ? അച്ഛന് അവിടെ വെള്ളം അവിടെ ഉണ്ട്. ഞാനും അച്ഛനും അച്ഛനും വേദവും അമ്മയും ഞാനും അവിടെ കുളിച്ചു. ആണോ? എനിക്ക് ഞാൻ ഊഞ്ഞാലാടുന്ന കണ്ടോ? ഷൂടാ ബാ. സൂചിട്ട് ഊഞ്ഞാലാടും. ഓക്കെ. അമ്മ കടലിൽ കുളിച്ചിട്ട് എന്തായി? നല്ല തണുപ്പ്, നല്ല തണുപ്പ്, നല്ല തണുപ്പ്, നല്ല സുഖം. നല്ല സുഖം. സ്വീഡനിലെ കടൽ കൊള്ളാമോ അതോ ഇന്ത്യയിലെ കടൽ കൊള്ളാമോ? ഇന്ത്യയിലെ കടൽ തന്നെ കൊള്ളാം, പക്ഷെ കുളിച്ചിട്ടില്ല. കുളിച്ചില്ല? രാമേശ്വരത്ത് പോയി കുളിച്ചില്ലേ? ഇല്ല, ഇല്ല, കടലിൽ കുളിച്ചില്ല അന്ന്? ആഹാ. നല്ല വെള്ളമായിരുന്നല്ലോ, നമ്മൾ കുളിച്ചില്ല. ആണോ?
കയറുന്നേ? നമുക്ക് ബോട്ടിൽ പോണം. Yes! So, I can play with my toy. ഞാൻ ഒരു ടോയ് എടുത്തിട്ടുണ്ട്. ആണോ? അതൊരു സ്മൈലി ടോയ് ആണ്. ആഹാ. സ്മൈലി ടോയ്. ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് അല്ല. നോക്കട്ടെ. അല്ല. ഇതെവിടുന്നാണ്? മറ്റേ സ്റ്റോണിൽ നിന്ന് കിട്ടിയതാണ്. ആണോ? ഇങ്ങനെ ഇങ്ങനെ നോക്കാൻ സ്മൈലി എവിടെ ഇരിക്കുന്നത് സ്പേസിലാണ്. അത് സ്പേസിലിരിക്കുന്ന ഓഹോ, അങ്ങ് മുകളിലാണ് സ്പേസ്. ഞാൻ റോക്കറ്റിൽ പോവാ. റോക്കറ്റിലോ? ഞാൻ റോക്കറ്റിൽ പോയാ അങ്ങ് മുകളില്. എന്നെ കേൾക്കുന്നില്ല, ഞാൻ അങ്ങ് മുകളിലാണ്. അയ്യോ നോക്ക് നോക്കട്ടോ. പൊട്ടിപ്പോയി. നമ്മള് ബീച്ചിൽ പോയി, എന്നിട്ട് നമ്മള് തിരിച്ച് ബോട്ടിൽ പോയിട്ട് ഇത് നയിക്കാ അതെന്റെ ടോയാണ്. ഞാനത് സ്റ്റോണിന്റെ അവിടെ കിട്ടിയത്. എന്നിട്ട് ഇതാണ് എന്റെ അമ്മ നടക്കുന്ന ഇവിടെ. എന്റെ അമ്മയാണ്, എന്റെ ചേട്ടനാണ്. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞ അതെന്റെ അച്ഛനും അമ്മയുമാണ്. അമ്മ വരുന്നു. അത് എനിക്ക് സ്കൂളിൽ കൊടുക്കാനായിരുന്നു. കടലിൽ കുളിച്ചോ? ഫണ്ണായിരുന്നോ ഇന്ന്? ഞാൻ അച്ഛൻ്റെ കൂടെ വേദം അമ്മൂമ്മയും എന്റെ വായിലോട്ടാക്കി. അപ്പൊ ഞാൻ തുപ്പി. മാമി എന്റെ വായിലോട്ടാക്കി. വായിലോട്ടാക്കി അല്ല മാമി. വേസ്റ്റ് ഇടുന്ന ഇടയും കാണാനൊക്കെ പറഞ്ഞു. മാമി തൊപ്പി വെച്ച മുടി തന്നു. തിരിച്ചിരിക്കുകയാണ്.